നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ബെയ്ജിംഗിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സുസ്ഥിരമാക്കാൻ ധാരണയായി. വ്യാപാരം, സുരക്ഷ, ഭൗമരാഷ്ട്രീയ വിഷയങ്ങൾ എന്നിവയിൽ നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ പരസ്പരം സഹകരിക്കാൻ ധാരണയായിരിക്കുകയാണ് ഇരു നേതാക്കളും. വർഷങ്ങളായി നിലനിൽക്കുന്ന ശത്രുതയും മത്സരങ്ങളും പരിഗണിച്ച് തർക്കങ്ങൾ കൂടുതൽ വഷളാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുമെന്നാണ് ഇരു നേതാക്കളും വ്യക്തമാക്കിയത്. എല്ലാ തർക്കങ്ങളും പരിഹരിക്കുക എന്നതിലുപരിയായി മത്സരങ്ങൾക്കിടയിലും സഹകരണം ഉറപ്പാക്കാനുള്ള ഗാർഡ് റെയിലുകൾ നിർമ്മിക്കാനാണ് ഇരുപക്ഷവും ആഗ്രഹിക്കുന്നത്. സുസ്ഥിരതയിൽ ഊന്നിയുള്ള പുതിയൊരു ബന്ധം കെട്ടിപ്പടുക്കുന്നതിനാണ് ശ്രമമെന്നാണ് നേതാക്കൾ വ്യക്തമാക്കിയത്. അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെൻസനും ചൈനീസ് വൈസ് പ്രീമിയർ ഹെലി ലീഫും തമ്മിൽ നടത്തിയ സാമ്പത്തിക ചർച്ചകളും വിജയകരമായതായാണ് ഷീ ജിൻപിങ് വ്യക്തമാക്കിയത്. ചൈനയുടെ വിപണികൾ ലോകത്തിന് തുറന്നു നൽകുമെന്നും സാമ്പത്തികമായ വേഗത നിലനിർത്തുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സാമ്പത്തിക വിഷയങ്ങൾക്ക് പുറമെ കൃഷി, വിനോദസഞ്ചാരം, സൈനിക ആശയവിനിമയം തുടങ്ങിയ മേഖലകളിലെല്ലാം സഹകരണം വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ചൈനീസ് വിപണികളിലേക്ക് അമേരിക്കയ്ക്ക് കൂടുതൽ പ്രവേശനം നൽകുന്നതിനെ കുറിച്ചും അമേരിക്കൻ മേഖലകളിൽ ചൈനീസ് നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചും ചർച്ച നടന്നു. അമേരിക്കയിൽ നിന്നുമുള്ള ലഹരി മരുന്ന് കടത്ത് തടയുന്നതിനും അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി വർദ്ധിപ്പിക്കുന്നതിനും ട്രംപ് ചൈനയുടെ സഹായം തേടിയിട്ടുണ്ട്. ഹോർമൂസിലൂടെയുള്ള സുരക്ഷിത ഗതാഗതം സംബന്ധിച്ച് US ചൈനയ്ക്ക് ഉറപ്പ് നൽകിയതായാണ് സൂചന. അതേസമയം ഇറാൻ ആണവായുധങ്ങൾ കൈവശം വെക്കാൻ അനുവദിക്കില്ലെന്ന കാര്യത്തിൽ ഇരു രാജ്യങ്ങളും യോജിച്ചു. എന്നാൽ തായ്വാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചൈന അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. വിഷയം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തില്ല എങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നും ഷീ ജിൻപിങ് ട്രംപിനെ ഓർമ്മിപ്പിച്ചു. അതേസമയം ട്രംപിന്റെ ചൈന സന്ദർശനത്തിനിടെ അമേരിക്കൻ സീക്രട്ട് സർവീസ് ഏജന്റുമാരും ചൈനീസ് സുരക്ഷാ ഉദ്യോഗസ്ഥരും തമ്മിൽ ശാരീരിക ഏറ്റുമുട്ടലും നയതന്ത്ര തലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. അതായത് ചൈനയിലെ ചരിത്ര പ്രസിദ്ധമായ സ്വർഗക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ ശ്രമിച്ച ആയുധധാരിയായ അമേരിക്കൻ ഏജന്റിനെ ചൈനീസ് ഉദ്യോഗസ്ഥർ തടഞ്ഞതാണ് സംഘർഷത്തിന് കാരണമായത്. വേദിയുടെ പിൻവശത്തെ കവാടത്തിൽ ഇരുവിഭാഗവും തമ്മിൽ അരമണിക്കൂറോളം നീണ്ട വാഗ്വാദങ്ങളും ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് നിശ്ചയിച്ചിരുന്ന ചടങ്ങുകൾ വൈകുകയും ചെയ്തു. ഒരു ദശാബ്ദത്തിനിടെ ഒരു അമേരിക്കൻ പ്രസിഡന്റ് നടത്തുന്ന ആദ്യ ചൈനീസ് സന്ദർശനം ആണിത്. എന്തായാലും ടെസ്ല CEO എലോൺ മസ്ക്, എൻവിഡിയ CEO ജെൻഡൻ ഹുവാങ് തുടങ്ങിയ പ്രമുഖ വ്യവസായികളും ട്രംപിനൊപ്പം ഉണ്ടായിരുന്നു. എന്തായാലും ഇരുവരും തമ്മിലുള്ള വാക്കേറ്റം ഇനിയും ഇവരുടെയും അതായത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാകുമോ എന്ന ഒരു ആശങ്കയാണ് നിലവിലുള്ളത്.